യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമ്മേളനം ഈ മാസം 18-ാം തീയതി അതേ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തിയതാണ്. അപ്പോൾ അതിനകത്ത് ഉൾപാർട്ടി ജനാധിപത്യ രീതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കണം. അതാണ് പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയെ അനുശാസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തരത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള സംഭവം ഉണ്ടായി. അവിടെ വലിയ വാക്കേറ്റവും സംസാരമൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ വീണ്ടും സമ്മേളനത്തിന് വേണ്ടി അവിടെ വിളിപ്പിച്ച് ഒരു സമവായത്തിലൂടെ ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുത്തു. ആ ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുത്തതിന് ശേഷം ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എച്ച് സലാം എന്ന് പറയുന്ന ഒരു സഖാവിനാണ് തിരഞ്ഞെടുത്തത്. ആ എച്ച് സലാമിനെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നും പകരം മറ്റൊരു സെക്രട്ടറി എടുക്കണമെന്ന തരത്തിൽ ഡെലിഗേറ്റ്സിനിടയിൽ ചർച്ചയുണ്ടായി. അത് അവിടുന്ന് മേളിൽ നിന്ന് വന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതിന് തയ്യാറായില്ല. അതിനകത്ത് അസംതൃപ്തരായിട്ടുള്ള നമ്മുടെ ലോക്കൽ സമ്മേളന പ്രതിനിധികളും പുറത്തുനിന്ന് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരും എല്ലാം തന്നെ വലിയ തരത്തിൽ ശബ്ദം ഉയർത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൂട്ടിയിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഏതാണ്ട് 60%-ലധികവും 85 ഡെലിഗേറ്റ്സാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 85 ഡെലിഗേറ്റ്സാണ് പങ്കെടുത്തത്. പക്ഷേ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ ഈ പാനൽ ആയിരിക്കത്തില്ല അവിടെ അധികാരത്തിലെത്തുകയും അതോടൊപ്പം അധികാരത്തിൽ സ്ഥാനമാനങ്ങളിലേക്ക് വരിക, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുകയും ചെയ്യുന്നത്. പക്ഷേ അതിന് തയ്യാറാകാതെ ജനാധിപത്യ രീതിയിൽ ഉൾപാർട്ടി ജനാധിപത്യ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഈ അധികൃതർ തയ്യാറായില്ല, അല്ലെങ്കിൽ ഉപരി കമ്മിറ്റി നേതാക്കന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ ഇത്തരത്തിലുള്ള പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ലാത്തവരല്ല അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഉൾപ്പെടെ പാർട്ടി മെമ്പർഷിപ്പിലുണ്ട്. ഞാൻ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറിയാണ്, റേഷൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് സംസാരിച്ച മറ്റൊരു സഖാവ് ഈ KSK2-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അവരെ ഒന്നും പ്രതിനിധിയാക്കിയിട്ടില്ല. ഞങ്ങളൊന്നും ഈ പറയുന്ന ലോക്കൽ സമ്മേളന പ്രതിനിധികളായിരുന്നില്ല. അത് ഞങ്ങളുടെ പ്രവർത്തന വൈകല്യം കൊണ്ടോ പ്രവർത്തന ദോഷം കൊണ്ടോ അല്ല. ഞങ്ങൾ ശരിയായ സ്റ്റാൻഡ് എടുക്കുന്നു, തെറ്റിനെതിരെ എതിർക്കുന്നു എന്നതിന്റെ പേരിൽ ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാം കുടുംബപരമായി ഈ പാർട്ടി നിൽക്കുന്നവരാണ്. ഇനി ഈ പാർട്ടിയിൽ തന്നെയാണ്, ഈ പാർട്ടി തന്നെ തുടരും, ഈ പാർട്ടി തന്നെ മരിക്കും. പക്ഷേ ഇതിനകത്ത് അനീതി പുറത്തു കൊണ്ടുവരിക എന്നതിന്റെ കാരണം നമ്മുടെ വേദികൾ നഷ്ടപ്പെടുന്നു, നമുക്കിത് പറയാനുള്ള വേദികൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടെ ആ തരത്തിലുള്ള പ്രതികരണം. പക്ഷേ ഈ കയ്യേറ്റവോ അത്തരത്തിലൊന്നും ഉണ്ടായില്ല. പക്ഷേ എച്ച് സലാമിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വെച്ചുകൊണ്ട് പോയാൽ കുലശേഖരത്തിനൊരു ചരിത്രമുണ്ട്. കുലശേഖരൻ സഖാവ് NSന്റെ സ്ഥലമാണ്. അവിടെ കുലശേഖരത്തെ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ 2 ടേണോ മറ്റോ ആണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ഇവിടെ ഈ നമ്മുടെ വാർഡുകളെടുത്ത് പരിശോധിച്ച ബഹുഭൂരിപക്ഷം ഇവിടെ കയർത്തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ അധിവസിക്കുന്ന പ്രദേശമാണ്. തൊഴിലാളികൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന തീരദേശ മേഖലയാണ്. ആ മേഖലയിൽ ഇന്ന് CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഒരുപാട് പിന്നോക്കം പോയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിൽ തന്നെ 178 വോട്ടിന്റെ വ്യത്യാസമാണ് BJP ഇടതുപക്ഷം തമ്മിലുള്ളത്. ഞങ്ങളെയൊക്കെ വളരെയേറെ നിരാശരാക്കുന്നതും വേദനാജനകമാക്കുന്നതും ഈ സംഭവങ്ങളാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങൾ പുറത്താണ്. കഴിഞ്ഞ നിയമസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലാകമാനം ഇടതുപക്ഷ തരംഗം വീശിയപ്പോൾ കരുനാഗപ്പള്ളിയിൽ 29,000-ൽ പരം വോട്ടിനാണ് CR മകേഷ് കോൺഗ്രസിന് വിജയിച്ചത്. അതിന്റെ പേരിൽ സഖാവ് PR വസന്തിനെതിരെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും നടപടി എടുത്ത് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള കോക്കസ് പ്രവർത്തിക്കുന്നത്. അതിനെതിരെയാണ് ഞങ്ങളുടെ വികാരവും പ്രക്ഷോഭവും. എൻ്റെ പേര് ബിജു.